വെൽക്കം ടു ആൻസ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർഷിക പദ്ധതികൾ. ഒന്നാമത്തത് സഞ്ജീവനി ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. സഞ്ജീവനി എന്താണ്? ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. കിസാൻ അഭിയാൻ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിയാൻ. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിയാൻ. ഓക്കെ, അടുത്ത പോയിന്റ് ചില്ലു. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാറക്കണ്ണനാണ് ചില്ലു. അപ്പോൾ കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അണ്ണാറക്കണ്ണൻ്റെ പേരാണ് ചില്ലു. ഓക്കെ, ഒരു വീട്ടിൽ ഒരു കയറുൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയറുൽപ്പന്നം. എന്താണ്? കയറുൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. അടുത്തത് സഞ്ജീവനി. നമ്മൾ നേരത്തെ സഞ്ജീവനി പഠിച്ചു. ഇത് സഞ്ജീവനി. ലോക്ക്ഡൗൺ കാലത്തെ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സഞ്ജീവനി. ഒന്നുകൂടി പറയാം. നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ജനങ്ങളെല്ലാവരും വീട്ടിനകത്തായിരുന്ന സമയത്ത് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു സഞ്ജീവനി. അടുത്ത പോയിന്റ് അന്തിപ്പച്ച. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. നാട്ടുമാന്തോപ്പുകൾ. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. സുഭിക്ഷയാനം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി ആലപ്പുഴയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം. അപ്പോൾ അന്തിപ്പച്ച എന്താണ്? ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ വേണ്ടി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. നാട്ടുമാന്തോപ്പുകൾ. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. അടുത്തത് സുഭിക്ഷയാനം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി ആലപ്പുഴയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം. ഓക്കെ അല്ലേ ഇത്രയും? അടുത്ത് എയിംസ്. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, എയിംസ് എന്താണ്? നമുക്ക് ഇച്ചിരി ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, മുറ്റത്തൊരു മീൻ തോട്ടം. അത് നിങ്ങൾക്ക് പലർക്കും കേട്ടിട്ടുള്ളതായിരിക്കും. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻ തോട്ടം. അപ്പോൾ മിക്കവരുടെ വീട്ടിലും ഒരു പച്ചക്കറിയെങ്കിലും കാണുമല്ലേ? അതുപോലെ തന്നെ ഈ മത്സ്യകൃഷിയും നമ്മുടെ വീടുകളിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻ തോട്ടം. ക്ഷീരഗ്രാമം. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. അടുത്തത് ഫുഡ് ട്രക്ക്. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTCയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക്. എല്ലാവരും പാടത്തേക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്.
അടുത്തത് സുഭിക്ഷ കേരളം. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. ഫുഡ് ട്രക്ക്, എല്ലാവരും പാടത്തേക്ക്, സുഭിക്ഷ കേരളം. എന്താണ് ഫുഡ് ട്രക്ക്? ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ KSRTCയുടെ സഹകരണത്തോടു കൂടി ചേർന്ന് വിപണനത്തിന് എത്തിക്കുന്നത്, അതാണ് ഫുഡ് ട്രക്ക്. എല്ലാവരും പാടത്തേക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാനായി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്. സുഭിക്ഷ കേരളം. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക പദ്ധതികളിൽ കുറച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ അപ്ഡേഷൻസൊക്കെ ഉണ്ടാവും. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. കീപ്പ് വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.